ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളിൽ കുടിശ്ശികയുണ്ടെന്നും അത് മുഴുവൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതി സർക്കാരിന് ഉണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പ്രതിമാസം 1600 രൂപ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷന്റെ 5 ഗഡുക്കളാണ് കുടിശ്ശികയായിട്ടുള്ളത്. 2024 മാർച്ച് മുതൽ പെൻഷൻ തുക കൃത്യമായി നൽകുന്നുണ്ട്. കുടിശ്ശിക 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ ഗഡുക്കളായി വിതരണം ചെയ്യും. 42,050 കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. സാമ്പത്തിക ഉപരോധത്തിന് ഒപ്പം കേന്ദ്രവിഹിതവും നികുതിയും വെട്ടിക്കുറച്ചെന്ന് ആരോപിച്ചു. കിഫ്ബി എടുക്കുന്ന വായ്പയും പ്രതിവർഷം കടപ്പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറക്കുകയാണെന്നും 2020-21 31,060 കോടിയായിരുന്ന കേന്ദ്ര സർക്കാർ റേറ്റുകൾ 2023-24 1,268 കോടി രൂപയായി ചുരുങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ: നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുന്നതായിരിക്കും. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായിരുന്ന മരുന്ന് വിതരണത്തിലെ ബില്ലുകളിൽ വന്ന കുടിശ്ശികയും 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും. പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയായ 6 കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുന്നതായിരിക്കും. സർക്കാർ ജീവനക്കാരുടെ DA കൂടി കുടിശ്ശിക പ്രത്യേക ഉത്തരവ് ഇറക്കും. നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് ഒപ്പം ചിലവ് കുറക്കുവാനുള്ള മാർഗങ്ങളും സ്വീകരിക്കും. കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യുകയും ചെയ്യുക.